السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ വിശുദ്ധമായ ജീവിതത്തിലെ സുന്ദരമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ഹുനൈൻ യുദ്ധവും കഴിഞ്ഞ് മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഹുനൈൻ യുദ്ധത്തിൽ തോറ്റോടിയ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിൽ ചെല്ലുകയും അവിടെ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ആക്രമിക്കാനും പ്രയാസപ്പെടുത്താനും തീരുമാനമെടുക്കുമ്പോഴേക്ക് ത്വായിഫിലേക്ക് ഹബീബായ തങ്ങളും സൈന്യവും എത്തുന്നുണ്ട്. ഏതായാലും ത്വായിഫ് യുദ്ധവും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് കുറഞ്ഞ വിഷയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നേരത്തെ പ്രീ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകേണ്ടതും 1-2 ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ക്ലാസ് സംബന്ധമായിട്ട് ചെറിയ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞ വിഷയത്തിൽ ഇന്നത്തെ ദിവസം മുടക്കം വരണ്ട എന്ന് വിചാരിച്ച് അയക്കുന്ന വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട മുത്തുനബിയുടെ ഉപദേശങ്ങൾ തന്നെയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശം അവരനെ പരിഗണിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നല്ല രീതിയിൽ പരിഗണിക്കണം. അത് ഓരോ കോഡിൽ നോക്കിക്കഴിഞ്ഞാലും അക്കിരിം ജാറക്ക വലൗകാന കാഫിറ, നിന്റെ നരകരിയിലുള്ള ആള് കാഫിറായ ആളാണെങ്കിലും അവരെ നീ ബഹുമാനിക്കണം. ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതാണ്. അവിടെ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വ്യത്യാസമില്ല. അയൽവാസിയെ നീ ബഹുമാനിച്ചിരിക്കണം, ആദരിച്ചിരിക്കണം. ആ ആദരവ് ലോകത്തെ പഠിപ്പിച്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ജീവിതം കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് പഠിച്ച സ്വഹാബത്ത് എത്രമേൽ സുന്ദരമായിട്ടാണ് അയൽവാസികളെ പരിഗണിക്കുന്നത്. മഹാന്മാരാകുന്ന അഇമ്മത്ത് എങ്ങനെയായിരുന്നു? സുബ്ഹാന റബ്ബി. ഓരോ ചരിത്രങ്ങൾ കാണുമ്പോൾ അവരെല്ലാം അയൽവാസികളോട് വെച്ചു പുലർത്തുന്ന ആ ഒരു സ്നേഹം, അയൽവാസികളുടെ വിഷയത്തിൽ അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യം, ആ താല്പര്യം നമ്മുടെ മനസ്സിലേക്കും വരേണ്ടതുണ്ട്. അതില്ലാതായി പോകുമ്പോഴാണ്, അതിനൊക്കെ പ്രയാസം വരുമ്പോഴാണ് പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. യാ റബ്ബ്, എന്തെല്ലാമോ കേസുകൾ കാണാറുണ്ട്. അയൽവാസിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ ആക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. ഇതിങ്ങനെ കാണുമ്പോൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തിരുനബി പാഠം അക്കിരിം ജാറക വലൗകാന കാഫിറ. ഇത് നരകരിയിലുള്ള ആൾമാരെ കുറിച്ചാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകരിയിലിരിക്കുന്ന അയൽവാസികളെ ഭാഗ്യമെന്ന് എൻ്റെ മുട്ടുവെന്ന് പറഞ്ഞപ്പോ ഞാനതിങ്ങനെ കേട്ടപ്പോൾ വിചാരിച്ചു, ഇനി അയൽവാസികൾക്ക് അനന്തരാവകാശത്തിന്റെ ഒരു ഓതി അവർക്കുണ്ടാവോ എന്നുപോലും ഞാൻ വിചാരിച്ചു പോയി. ആ രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടവരാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ മുഅ്മിനിന്റെ അടയാളം അൽ മുസ്ലിമു, ഇസ്ലാമുള്ള മുസ്ലിമായ ആളെ അടയാളം വിശുദ്ധ ഹദീസ് പഠിപ്പാട്ടുന്നത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, അവന്റെ നാവിനെ തൊട്ടും അവന്റെ കൈകളെ തൊട്ടും ബാക്കി മുസ്ലിമീങ്ങളെല്ലാം രക്ഷപ്പെട്ടവരാണ്. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ആളുകളും നരകരയുടെ വിഷയം പ്രത്യേകം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതല്ലേ, നിങ്ങൾ നിങ്ങളുടെ ബാപ്പ ഉമ്മമാരെ ബേജാറാക്കത്തീരാ. നമ്മളിങ്ങനെ വയസ്സായി, 25 വയസ്സായി, 30 വയസ്സായി, നമുക്ക് ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ മക്കൾ തന്നെയാണ്. ആ ഉമ്മയും ബാപ്പയും നമ്മളോടൊരു വിഷയം പറയുമ്പോൾ
അതാവൂല എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ അരിസത്തിലൊക്കെ ഒരിടം ഉണ്ടെന്ന് ആൾമാരുടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചെയ്യാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മ ബാപ്പ എന്ന് പറയുന്നത് നമുക്ക് സ്വർഗം നേടാനുള്ള വലിയ വഴിയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴെയാണ് സ്വർഗമുള്ളത് എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ ഉമ്മാനെ റെസ്പെക്റ്റ് ആക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ലേ ഹബീബായ തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് കടമപ്പെട്ടത് ആരോടാണ്? എൻ്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ? ഉമ്മയോടാ. പിന്നെ ആരോടാ? മൂന്നാമതും പറയുന്നത് നിന്റെ ഉമ്മയോടാണ്. സുബ്ഹാനല്ലാഹ്. നാലാമത്തെ വട്ട കേൾക്കുമ്പോഴാണ് ഹബീബായ തങ്ങളിന്റെ ബാപ്പയോടാണ് എന്ന് പറയുന്നത്. ഉമ്മയെയും ബാപ്പയെയും പരിഗണിക്കുന്നത്, ഉമ്മയെയും ബാപ്പയെയും സ്നേഹിക്കുന്നത്, അത് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാ. അതൊരു കാലത്തിലും ഏത് ടെക്നോളജി വന്നാലും ഏത് മാറ്റം വന്നാലും അതിലൊരു മാറ്റം പാടില്ല. ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം പരിഗണിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അതോടൊപ്പം ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയതാണ് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പളക പറയുന്ന ചങ്ങായിമാര്, സുഹൃത്തുക്കള് വേണം. ദുനിയാവിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നല്ല ചങ്ങായിമാര്. അങ്ങനത്തെ ചങ്ങായിമാര് വേണം. വെറുതെ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് മുണ്ടി കൊണ്ടിരിക്കുന്ന ആൾമാരല്ല. അതല്ലെങ്കിൽ ഇരുന്നിട്ട് പള്ളിയിലേക്കുമില്ല ജമാഅത്തിനുമില്ല, അവിടെ ഇരുന്നിട്ട് പള്ളിയിൽ പോകുന്ന ആൾമാരെ പകയും ഉസ്താദിനെ പകയും ബാക്കിയുള്ളവരെ പറ്റിയൊക്കെ കുറ്റം പറയുന്നുണ്ട്. ഓനെ മറിച്ചിട്ടാലും ഓന് ഖിബ്ലന്റെ സൈഡിലേക്ക് പോകൂല. അങ്ങനത്തെ ആൾമാരുണ്ട്. അങ്ങനാകാൻ പാടില്ല. ഓരോ കൂടെ കൂടാനും പാടില്ല. അവിടെ ഇങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഓനെന്റെ ചങ്കാണ്, നമ്പനാണ്, എൻ്റെ സുഹൃത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ടോ അവരുടെ പരിപാടി എന്താണ്? രാത്രി ആയി കഴിഞ്ഞാൽ കണ്ട കള്ളും കുടിച്ചടക്കുക, എന്നിട്ട് അതിലേക്ക് പോവാം. അല്ലെങ്കിൽ ബെടക്കായ വിഷയങ്ങളിലേക്ക് പോവാം, അതിന് കൂടെ കൂടെ. എന്നിട്ട് അതാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുക. ദുനിയാവിന്റെ രസങ്ങളിൽ പിന്നാലെ പോകുന്നവര് സുബ്ഹാനല്ലാഹ് അതിന്റെ പിന്നാലെ പോകും. അല്ലാണ്ട് ഈമാനോടുകൂടെ വിശ്വാസിയായിട്ട് വ്യക്തമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയുകയാണ്, നല്ലോണം സൂക്ഷിക്കേണ്ടതുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വാദിഖുണ്ട്. കൃത്യമായിട്ട് അവിടുത്തെ കൂടെയുള്ള അവിടുത്തെ കൂട്ടുകാരൻ സുദ്ദീഖ് ആരാ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സുബ്ഹാന റബ്ബി. ആ കൂട്ടുകാരനെ പോലെ നമുക്കും കൂട്ടുകാര് വേണം. ആ കൂട്ടുകാരെങ്ങനത്തെ കൂട്ടുകാരാവണം? നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം. നല്ല വിഷയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നവരായിരിക്കണം. വെടക്കായ വിഷയത്തിന് അവരെ കിട്ടൂല, വെടക്കായ കാര്യത്തിന് അവരൊക്കെ വരൂല. അതേസമയം ഓരൊക്കെ കൂടിയാ നിങ്ങൾക്ക് നന്മയുടെ വഴിയെ സഞ്ചരിക്കാം. അവര് നമ്മളെ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നു, മഖബറയിലേക്ക് പോകുന്നു, സിയാറത്താക്കുന്നു, പാപത്തെ ആൾമാരെ ഹെൽപ്പാക്കുന്ന വിഷയമുണ്ടെങ്കിലും അവര് നമ്മളെ കൂട്ടിയിട്ട് ആ വിഷയത്തിന് മുന്നോട്ട് ഇറങ്ങുന്നു. നാട്ടിലൊരു വോളണ്ടിയറിങ് അനാവശ്യമായ പരിപാടി ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നു. ഈ രീതിയിൽ നല്ല നല്ല കാര്യങ്ങളാക്കാൻ, നല്ല വിഷയങ്ങളാക്കാൻ മുന്നിൽ നിൽക്കുന്ന ചങ്ങായിമാര് വേണം. അള്ളാഹു അങ്ങനത്തെ സുഹൃത്തുക്കളെ നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേ സമയം കഴിഞ്ഞ നാളിൽ ഞാൻ പറഞ്ഞില്ലേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് പഠിപ്പിച്ചതല്ലേ. ഒരു സ്വഹാബി വന്നിട്ട് കേൾക്കുന്നുണ്ട്, നബിയേ, മതസാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ?
ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന ബിസയാളിക്കട്ടെ, ആ ഖിയാമത്ത് നാളിലേക്ക് എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സ്വഹാബിയുടെ വാക്ക്, നിസ്കാരമോ നോമ്പോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനങ്ങളും എന്റെ അടുക്കൽ ജാസ്തിയില്ല. പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടവെക്കുന്നുണ്ട് എന്ന പളക്ക പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടവെക്കുന്നത് അവരുടെ കൂടെയാ. ആ ചിന്ത നമ്മുടെ കൽബിലെപ്പോഴും വേണം. പുതിയ കാലത്തിന്റെ രസങ്ങളുടെ പേരിൽ ഫിലിം ആക്ടർമാരുടെയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിംസിന്റെ പിന്നാലെ, ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആകട്ടെ വേറെ ഏത് ഗെയിമാണെങ്കിലും അവരോട് അവരുടെ രാജ്യം അതല്ലെങ്കിൽ സ്വന്തം രാജ്യം, ആ രാജ്യത്തിന്റെ പ്രൗഢ്, ആ രീതിയിൽ അവരെ പരിഗണിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ആരാധനാഭാവത്തോടുകൂടെ അവരുടെ പിന്നാലെ അവരാക്കുന്നത് പോലെ തലയിലെ ഹെയർ സ്റ്റൈലാക്കുകയും വസ്ത്രത്തിന്റെ മോഡല് മാറ്റുകയും ജീവിതത്തിന്റെ ശൈലി മാറ്റുകയും ചെയ്യാൻ നീ മുന്നോട്ട് വന്ന ഗതിവിഗതിയാണ്, പ്രയാസം തന്നെയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്ന വിഷയങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എൻഗേജ്മെന്റ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായത്തരങ്ങൾ. ഇസ്ലാമിൽ മുസ്ലിമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന, മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിതത്തിലേക്ക് ഭാഗമാക്കാൻ ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് പറഞ്ഞ വഴിക്ക് ജീവിക്കാൻ ഇഷ്ടവെക്കുന്ന ആൾമാരോടാ പറയുന്നത്. അവരാ കേൾക്കേണ്ടത്, അല്ലാത്തവര് കേൾക്കേണ്ട ആവശ്യമില്ല. കല്യാണത്തിന് ആണ് പെണ്ണ് അല്ലേ, മാപ്പിള പെഞ്ഞായി ആവാനുള്ള ആൾമാർ. അള്ളാഹ് ഖള ആക്കിയിട്ട് നിക്കാഹലോടുകൂടെ മാപ്പിള പെഞ്ഞായി ആവുന്നുള്ളൂ, അതിനു മുമ്പ് ആവുന്നില്ല. ആ നിക്കാഹിന്റെ മുമ്പ് സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ് കാണുന്ന ഒരു സിസ്റ്റം, അത് എല്ലായിടത്തുള്ളതാണ്. ഇസ്ലാം അനുവദിച്ചതാണ്. പ്രത്യേകം അനുവദിക്കപ്പെട്ട മുഖത്തിന്റെയും മുൻകൈയിന്റെയും ഭാഗങ്ങൾ മാത്രം കാണാം. അതിലൂടെ മനസ്സിലാക്കാൻ കഴിയണം. അതിന് പ്രിമാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ പങ്കെടുക്കണം. എന്തിനാണ് ഈ പോകുന്നത്, ഈ പോകുന്നതിൽ എന്ത് കാണാനാണ്, അവിടെ പോയിട്ട് വെറുതെ മേപ്പെട്ട് നോക്കി നിൽക്കാനാണോ എന്നല്ല. ഒരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ ഇത് എന്തിനാണ്, ഇതിന്റെ ആവശ്യം എന്താ മനസ്സിലാക്കണം. അതിൽ സൗകര്യങ്ങളുണ്ട്. ആ രീതിയിൽ ബോധം വേണം. ഈ പോകുന്ന ചെറുക്കനും അത് അറിഞ്ഞിരിക്കണം, ഈ പെണ്ണിനും അത് കൊന്തിക്കണം. ഇയാൾ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ച് റെഡിയായിട്ട് നിൽക്കണം. അങ്ങനെ ഈ വരുന്ന സമയത്ത് ആ ഒരു നോട്ടം, ആ ഒരു കാഴ്ച, അതേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അന്യരാണ് രണ്ടുപേരും എങ്കിലും അനുവാദം അവിടെയുള്ളത് ആ ഒരൊറ്റ സമയം മാത്രം, അത്യാവശ്യത്തിന് വേണ്ട ആ ഒരു കുറഞ്ഞ സമയം. പിന്നെ അവളെ കാണൽ, നിക്കാഹിന്റെ മുമ്പ് അവളെ കാണൽ, അവളോട് പളക്ക പറയൽ, അവൾക്ക് മെസ്സേജ് ആക്കൽ തപ്പാണ്, തെറ്റാണ്. തെറ്റന്നെ, അതാരാക്കിയാലും തെറ്റന്നെ. ആ രീതിയിൽ ജീവിതം തുടങ്ങിയാൽ അതിൽ വലിയ പ്രയാസമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എൻഗേജ്മെന്റ്, പൂവെക്ക് അല്ലെങ്കിൽ മുട്ടായി കൊടുക്കുക, അന്നും ചെറുക്കനും ആൾമാരും പോവാണ്. അന്ന് പോയിട്ടോളൊക്കെ ഇരുത്തുന്നു, അവിടെ ഡാൻസ് ആക്കുന്നു, അങ്ങട്ടാക്കുന്നു, ഇങ്ങട്ടാക്കുന്നു. എന്തൊരവസ്ഥയാണ്. പച്ച ഹറാം ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു ജീവിതം തുടങ്ങണം. പിന്നെ ആ ജീവിതത്തിൽ എന്ത് ബറക്കത്തുണ്ടാവും, എന്ത് സമാധാനം ഉണ്ടാവും. മക്കളായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രയാസം പറഞ്ഞു നടക്കുമ്പോ ഈ പ്രയാസം പേർക്ക് ഞങ്ങൾ കാരണമായിട്ടുണ്ടോ എന്നോർക്കാൻ ആ സമയം ചിലപ്പോൾ മയ്യാവാതെ വരും. നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻഗേജ്മെന്റിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏത് വിസയാണെങ്കിലും അത് ആര് പറഞ്ഞാലും തപ്പാണ്. ഇസ്ലാമിന്റെ ശരീഅത്ത് വിസയാണ് ഈ പറയുന്നത്. വേണമെങ്കിൽ ഉൾക്കൊള്ളാം, നിർബന്ധം പറയുമ്പോ ഇനി അങ്ങനെ വിചാരിക്കേണ്ട, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പാട്ടിയതാണ്. ആ പഠിപ്പാട്ടിയതിനെ മുത്തുനബിയോട് മഹബത്തുള്ളവർ ജീവിതത്തിലേക്ക് എടുക്കും, ഇല്ലാത്തവർ ദൂരത്താക്കും. അവരങ്ങനെ ദൂരത്തായിട്ട് സ്വർഗത്തിൽ നിന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദൂരത്തായി പോകും. അങ്ങനെ തന്നെ ഉണ്ടാവും.
അതില്ലാണ്ടിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് മാത്രം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രീതിയിൽ ചെയ്യുന്ന ആൾമാർ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു നിലക്കും ഒരു ചെറുക്കന്റെ പേരക്കാര് തീരുമാനം എടുക്കണം. അത് ഇനി ചെറുക്കന്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞു. ഇനി പെരയിന്ന് പെണ്ണുങ്ങ പോയിട്ട് അവൾക്ക് വേണ്ടത് ബംഗാരട്ടൊടുക്കുക അല്ലെങ്കിൽ ഭൂ വെച്ചൊടുക്കുക എന്തോ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഇവനിനി എന്താണ് നിക്കാഹായതിൽ പിന്നെ മാത്രം കാണാൻ പാടുള്ളൂ. അത് ചെറുക്കന്റെ പെരക്കാര് തീരുമാനിക്കണം. പെണ്ണിന്റെ പെരക്കാര് നേരത്തെ ഓർഡർ കൊടുക്കണം. ചെറുക്ക് വേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കണ്ടിട്ടായല്ലോ, ഇനി നമുക്ക് പെരക്കാര് തമ്മിലുള്ള വിഷയമല്ലേ. ആ രീതിയിൽ അവരെടുക്കാൻ ഗഡ്സ് വേണം. ഇത് എല്ലാവരും അങ്ങനെ ആക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ ആക്കിയ എല്ലാവരും പോയി നരകത്തിലേക്ക് പോവാ. എല്ലാവരും അങ്ങനെ ആക്കി, ഞങ്ങൾ അങ്ങനെ ആക്കിയില്ലേ ആൾമാരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? അള്ളാന്റെയും അവന്റെ റസൂലിന്റെയും ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോ ആൾമാർ വിചാരിക്കട്ടെ. ആ ഗഡ്സാ വേണ്ടത്, ആ ധൈര്യ വേണ്ടത്. അള്ള എന്ത് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അള്ള എങ്ങനെ ഇതിനെ പരിഗണിക്കും എന്ന വെച്ചാൽ, അല്ലെങ്കിൽ ആൾമാരെങ്ങനെ പരിഗണിക്കും എന്നുള്ളതല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ പല വിഷയങ്ങളും സുബ്ഹാന റബ്ബി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് അനുസരിച്ച് ജീവിക്കലാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രയാസം. ഏതായാലും പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കുകയും ശ്രദ്ധിക്കേണ്ടതിനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നല്ലവരിൽ ഈമാനുള്ളവർ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. ക്ലാസ് നിപ്പാട്ടാണ്, കുറഞ്ഞ സമയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ വിഷയം പരിഗണിച്ച എനിക്കടക്കം നമുക്കൊക്കെ, പരിഗണിച്ചവർക്ക് നന്ന്, അല്ലാത്തവർക്ക് എല്ലാം നഷ്ടം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ബാക്കി വിഷയങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസങ്ങളിൽ കൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അള്ളാഹു അതെല്ലാം ഖൈറാ നിലക്ക് പൂർത്തിയാക്കി നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും. ക്ലാസ് എല്ലാവരും കേൾക്കുക, പരമാവധി ആൾമാരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാം ഖൈറിന്റെ നല്ലതിന്റെ ആൾമാരെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.